അങ്ങനെ 2024 കഴിഞ്ഞു. നമുക്ക് പൊളിക്കണം. അടുത്ത വർഷം കയറി വരുക. അത് തന്നെയല്ലേ അച്ഛൻ കഴിഞ്ഞ വർഷം പറഞ്ഞു. അല്ലല്ല, ഈ വർഷം അങ്ങനല്ല, പൊളിക്കുന്നു. നമുക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കണം. അത് വേണോ? അത് വേണം. എന്തേലും ഇതുവരെ നമ്മൾ രണ്ടാളും എപ്പോഴും അടിയായിരുന്നു. ഇനി മുതൽ അങ്ങനെയല്ല. ഇനി മുതൽ നമ്മൾ അച്ഛനും മോളും അല്ല. അല്ലേ? അതല്ലടാ പൊട്ട. ഇനി നമ്മൾ കൂട്ടുകാരെ പോലെ ആയിരിക്കും. ഒരു എടാപോടാ ബന്ധമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെയോ? നമ്മൾ കൊലക്കും. ഇനി ഒരാൾക്കും നമ്മളെ തടുക്കാൻ പറ്റില്ല. വർഷാവസാനമായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഒരുത്തിന് വേണ്ടി വരുതിക്ക് അങ്ങോട്ട് വരുന്നില്ല. എന്റെ മിസ്റ്റേക്കാ. രാത്രിയുള്ള സമയത്തെല്ലാം സീരിയൽ കണ്ടു കിടക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഞായറാഴ്ച ഇറങ്ങാൻ വെച്ചപ്പോൾ അന്ന് സീരിയൽ പേടിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തവരുടെ വീട്ടിൽ ചെന്ന് സീരിയൽ കണ്ടവരുടെ മടി കിടന്നുറങ്ങിപ്പോയി. എന്റെ കുറ്റമാണ്. ദാഹിച്ചു വലഞ്ഞൽപ്പം ചോര തേടി അലഞ്ഞു നടന്നപ്പോൾ ഒരു ബൗള് ചോരയായി എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, എടുത്തങ്ങ് മോന്തി. അതാ വീട്ടിലെ കുരുത്തം കെട്ട കൊച്ചു വാട്ടർ കളർ കലക്കി വെച്ച വെള്ളമായിരുന്നു. പിന്നല്ലേ മനസ്സിലായത്. അവിടെ എന്നെ ആക്കി വിട്ട്. ഓ മൈ കാല, എനിക്ക് വയ്യ, റെസ്റ്റ് വേണം. എന്റെ ഇരകൾ എനിക്ക് പറ്റിയവരാണെന്ന് തോന്നുന്നു. കയ്യിലെന്തോ കവറുണ്ടല്ലോ. വല്ല പന്നിയിറച്ചി വല്ല ആയിരിക്കുമോ? ഒന്ന് പീഡിപ്പിച്ച് നോക്കാം. നല്ല പാമ്പുമായിരുന്നു. പേടിച്ചില്ലേ? ഇതൊക്കെ ഓൾഡ് ട്രെൻഡ്. ഇപ്പൊ കാണിച്ചു തരാം. നീ കാറ്റ് വന്നില്ലേ? കാറ്റ് വരുന്നു. പക്ഷെ ആവിയുണ്ടായിരുന്നു. അപ്പൊ നല്ല സുഖമുണ്ട്. എനിക്കൊരു സുരൂപരെ കാണിച്ചു തരുമോ? എന്തോ എനിക്കറിയത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. എന്നിട്ട് ഗുണ്ടിരിപ്പുണ്ട്, എടുത്ത് വെച്ച് പൊട്ടിക്കാം. ഇന്ന് ഞാൻ പ്രയത്തിനെ കാണിച്ചു. പ്രയത്തിന്റെ മണ്ടയ്ക്ക് വേണം. പ്രയത്തിന് വല്ലതും പറ്റി കഴിഞ്ഞാൽ പോലീസ് വെറുതെ വിടുവോ? പ്രേതം കടിച്ചു കയറി തിന്നുന്നതിലും ഭേദമില്ല. അച്ഛന്റെ ബുദ്ധി വിമാനമാണല്ലോ. എങ്കിലും ആ ഗുണ്ട് പൊട്ടിയ സൗണ്ട് നീ കേട്ടായിരുന്നു? ഞാൻ ജീവിതത്തിലായിരുന്നു. പിന്നെന്ത് ചെയ്ത്?